ഹലോ, അപ്പോൾ നമുക്ക് ഇന്നൊരു കവായി ജേണൽ ചെയ്താലോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന കമൻസിൽ മോസ്റ്റ് ഓഫ് ദ കമൻസും ചേച്ചി കവായി സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാറില്ലേ, കവായി സ്റ്റിക്കേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ജേണൽ ചെയ്യുമെന്നാണ്. അപ്പോൾ ഞാൻ കവായി സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ അത് മാത്രം ഉപയോഗിച്ചിട്ട് അങ്ങനെ ജേണൽ ചെയ്യാറില്ല. സോ ഇന്ന് വിചാരിച്ചു അങ്ങനെ കവായി സ്റ്റിക്കേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്കൊരു ജേണൽ ചെയ്യാമെന്ന്. സോ ഞാൻ ഫസ്റ്റ് എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ള, അതായത് ഞാൻ ലാസ്റ്റ് ഡേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ച് ന്യൂ സ്റ്റിക്കേഴ്സ് മേടിച്ചിരുന്നു. അതിലുണ്ടായിരുന്ന കുറച്ച് കവായി സ്റ്റിക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ പിങ്ക് തീമിൽ വരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് ആദ്യം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഞാൻ പിങ്ക് തീമിലുള്ള സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് പിങ്കിലുള്ള സ്കെച്ചസും യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങളുടെ അടുത്ത് യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ ഏതാണോ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ്, ആ ഒരു സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ലൈൻ ഇട്ടിട്ട് ഇതുപോലെ ഡോട്ടഡ് ആക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ലെഫ്റ്റ് സൈഡും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ 2 പേജസ് എടുത്തിട്ട്, അതായത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 2 പേജസ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് 2 സൈഡും 2 എണ്ണമായിട്ടാണ് ഞാൻ വെക്കുന്നത്. ആൻഡ് 2ൻ്റെ അകത്തും പുറത്തും ഞാൻ ഇതുപോലെ കവായി സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ പുറത്തുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് കവായി സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ആ പോർഷൻ വരില്ല, അവിടെ കുറച്ച് സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സെയിം അതിൻ്റെ അകത്തും ഞാൻ കവായി സ്റ്റിക്കേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫുൾ എഴുതൊന്നും ചെയ്തില്ല, കാരണം എഴുതി കഴിഞ്ഞാൽ നമുക്കതൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുള്ളത് കൊണ്ട് ഞാൻ ഇതുപോലെ കളർ സ്കെച്ച് വെച്ചിട്ട് ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് അതിലിതുപോലെ നമ്മുടെ പെന്ന് വെച്ചിട്ട് ഡോട്ടഡ് ലൈൻസ് വരച്ചു കൊടുക്കുക ചെയ്തത്. ഡോട്ടഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് തോന്നാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഇതിൽ ഞാൻ യൂസ് ചെയ്ത സ്റ്റിക്കേഴ്സിൽ കളർ തീം വരുന്നത്, അതായത് സ്റ്റിക്കേഴ്സിൻ്റെ കളർ തീം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു പിങ്ക് ആൻഡ് വയലറ്റ് തീമിലാണ്. സോ ആ കളർ സ്കെച്ച് തന്നെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ മോസ്റ്റ് ഓഫ് ദ ഡെക്കറേഷൻസും ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ.